നമസ്കാരം. പ്രധാന വാർത്തകൾ. കഴകം ജോലിയിൽ നിന്ന് മാറ്റണം. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജീവനക്കാരൻ വി.എ. ബാലു ദേവസ്വം അധികൃതർക്ക് അപേക്ഷ നൽകി. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് ജാതി വിവേചനം നേരിട്ട വി.എ. ബാലു ദേവസ്വം അധികൃതർക്ക് അപേക്ഷ നൽകി. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്കാണ് വാട്സ്ആപ്പ് മുഖേന കത്ത് നൽകിയത്. ദേവസ്വം മാനേജ് കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് തുടർ കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുമെന്നും ബാലു പറഞ്ഞു. ഉത്സവകാലം അടുത്തു വരികയാണ്. താൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. കഴകം ജോലിക്കില്ലെന്നും ദേവസ്വം പുനഃക്രമീകരിച്ച ഓഫീസ് ജോലിക്കാണെങ്കിൽ വരാമെന്നുമുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് നെല്ലിമുണ്ടയിൽ തേയിലത്തോട്ടത്തിൽ പുലി. വയനാട് നെല്ലിമുണ്ട 1-ാം മൈലിൽ തേയിലത്തോട്ടത്തിൽ പുലിയെ കണ്ടെത്തി. മരം കയറുന്ന പുലിയുടെ ദൃശ്യം പുറത്തു വന്നു. പ്രദേശവാസികളാണ് ദൃശ്യം പകർത്തിയത്. ഈ മേഖലയിൽ നേരത്തെയും പുലി സാന്നിധ്യമുള്ള പ്രദേശമാണ്. ഇതിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ പുലിക്കായി കൂട് വെച്ചിട്ടുണ്ട്. പുലിയെ വീണ്ടും കണ്ട പശ്ചാത്തലത്തിൽ വനംവകുപ്പ് പരിശോധന നടത്തിയെങ്കിലും പിന്നീട് കണ്ടില്ല. മധ്യവയസ്കന് വെട്ടേറ്റ സംഭവം. പ്രതി പിടിയിൽ. വടകര കക്കട്ടിൽ മധ്യവയസ്കന് വെട്ടേറ്റ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. മതുകുന്ന് സ്വദേശിയായ ലിനീഷ് കുമാറാണ് അറസ്റ്റിലായത്. ഇടതുകാലിനും തോളിനും വെട്ടേറ്റ പുന്നൂപ്പറമ്പത്ത് ഗംഗാധരൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കക്കട്ടിൽ ടൗണിൽ കൈവേലി റോഡിന് സമീപത്തുള്ള ഓട്ടോ സ്റ്റാൻഡിനടുത്ത് തിങ്കളാഴ്ച സന്ധ്യയോടെയാണ് സംഭവം. ഗംഗാധരനും പ്രദേശത്തെ CPM പ്രവർത്തകരിൽ ചിലരുമായി നേരത്തെ തർക്കം നടന്നിരുന്നതായി പോലീസ് പറഞ്ഞു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയവർ സഞ്ചരിച്ച വാഹനം മറിഞ്ഞു. യാത്രക്കാർക്ക് പരിക്ക്. കൊല്ലത്തു നിന്നും ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് 19 യാത്രക്കാരുമായി പോയ ടെമ്പോ ട്രാവലർ മറിഞ്ഞാണ് അപകടം. സംഭവത്തിൽ 17 പേർക്ക് പരിക്കേറ്റു. ഭക്തരുമായി മിനിബസ് ആക്കുളം പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ചവറ സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെ 5 മണിയോടെയായിരുന്നു അപകടം. 12 സ്ത്രീകൾക്കും 2 പുരുഷന്മാർക്കും 5 കുട്ടികൾക്കുമാണ് പരിക്കേറ്റത്. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും SIT ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ചികിത്സാ പിഴവ്. രോഗി മരിച്ചു. പന്തിരിക്കര വാഴയിൽ വിലാസിനിയാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ OPയിൽ ചികിത്സ തേടിയ വിലാസിനിയെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഗർഭപാത്രം നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് ശസ്ത്രക്രിയ നടത്തി. ശസ്ത്രക്രിയയ്ക്കിടെ വിലാസിനിയുടെ കുടലിന് ചെറിയ മുറിവ് പറ്റിയതായും തുന്നലിട്ടതായും ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചിരുന്നു. പിന്നീട് വാർഡിലേക്ക് മാറ്റിയ രോഗിക്ക് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഞായറാഴ്ച കട്ടിയുള്ള ആഹാരം നൽകി. ഇതോടെ വിലാസിനിയുടെ നില മോശമാവുകയായിരുന്നു. കുടലിന് പറ്റിയ മുറിവ് കൃത്യമായി ചികിത്സിക്കാത്തതാണ് രോഗിയുടെ ആരോഗ്യസ്ഥിതി മോശമാകാനും മരണം സംഭവിക്കാനും കാരണമെന്ന് ബന്ധുക്കൾ പറയുന്നു. ചികിത്സാ പിഴവുണ്ടായി എന്ന് കാണിച്ച് ബന്ധുക്കൾ ആശുപത്രി സൂപ്രണ്ടിനും മെഡിക്കൽ കോളേജ് പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്.